ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മഴയും ആടുമേക്കലുമാണ് കേട്ടോ. മഴ ഇന്നലെ നല്ലോണം വൈകുന്നേരത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് കൊണ്ടുവന്നില്ല വെച്ചാൽ തീറ്റ എടുത്തതും ഉണ്ടായിരുന്നില്ല, കൊണ്ടുവരാനും പറ്റിയില്ല. ഭയങ്കര മഴ, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. പിന്നെ പുല്ലെല്ലാം ഭയങ്കരമായിട്ട് നനഞ്ഞു. അപ്പോൾ പിന്നെ കൊണ്ടുവന്നാലും അവൾ കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഏതായാലും പുല്ലെടുക്കാനും ഉണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പുല്ലൊക്കെ ഞാൻ കുറച്ചെടുത്തു, ആകെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുല്ലെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടാണ്. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മളെപ്പോഴും ഒരു നേരം കൊടുക്കേണ്ട പുല്ല് നമ്മളവിടെ കരുതി തന്നെ വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ വൈകുന്നേരം വിടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ രാവിലെ വിടാൻ പറ്റിയില്ല, പുല്ലെടുക്കാനും പറ്റിയില്ല. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വെച്ചതില്ലെങ്കിൽ അവർ പട്ടിണിയാവും. അപ്പോൾ ഇന്നലെ കുറച്ച് മാവിൻ്റെ ഇല, പ്ലാവില അങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ വെള്ളം കൊടുത്തിട്ട് അവിടെ നിർത്തുകയാണ് ചെയ്തത്. വൈകുന്നേരം അതുപോലെ രാത്രിയിലും നേരം വെളുക്കാവുന്ന ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ. ഇപ്പോൾ വേനലായിട്ട് പിന്നെ ആദ്യമായിട്ടാണ്, വേനൽ മഴയൊന്നും പെയ്തിട്ടില്ല ഇത്തവണ, ആദ്യമായിട്ടാണ് ഇത്രയും ശക്തിയിൽ ഇങ്ങനെ മഴ നല്ലപോലെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചൂടൊക്കെ ഒന്ന് കുറവായി നമ്മുടെ ഇവിടെ. അപ്പം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചൂടിന് കുറച്ചൊരാശ്വാസമായിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ കുറച്ച് ജോലിയൊക്കെ തീർന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാൽ മഴ ഇനിയിപ്പോൾ പെയ്തുകൂടാന്നില്ല. കണ്ടില്ലേ, ഒരു മൂടലോട് കൂടി നിൽക്കുന്നു. പിന്നെ റബ്ബർ തോട്ടം ആകുമ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വന്നാൽ ഒരു ഇരുട്ട് പോലെ ആവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇലയൊക്കെ കുടഞ്ഞു പോയിട്ട് ഇപ്പോൾ എല്ലാം നല്ലപോലെ പച്ചിലകൾ ഉണ്ടായിട്ടുണ്ട് റബ്ബറിൽ. അപ്പോൾ അതുകൊണ്ടൊരു മൂടി നിൽക്കുന്ന ആ ഒരു ഇതാകുമ്പോൾ ഇവിടെ ഇരുട്ടായിരിക്കും. വെയിലത്ത് പിന്നെ നമുക്ക് വന്നാൽ കുഴപ്പമില്ല, നല്ല വെളിച്ചം ഉണ്ടാവും, ആടുകൾക്ക് നടക്കാനും സുഖമാണ്. പിന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ നമ്മൾ വള്ളികളൊക്കെ വലിച്ചെടുക്കുമ്പോൾ നല്ലപോലെ നനഞ്ഞ മണ്ണായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ കാട്ടിയിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവർ കഴിച്ചോളും. അതല്ലെങ്കിൽ ഒന്നാമത് മഴത്തുള്ളി ഉണ്ടാകുമ്പോഴേ അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കഴിച്ചോളും, വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ രാവിലെ അവൾക്ക് തീറ്റയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് മാവില ഉണ്ടായിരുന്നു, മാവില ഉണ്ട്, പക്ഷേ അവൾക്ക് അത് കൂടുതൽ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ അത് കൊടുത്തിട്ട് വെള്ളം കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്ക് വെള്ളം കൊടുക്കും. ഇനി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും. പിന്നെ ഇന്ന് വൈകുന്നേരം ഇനിയിപ്പോൾ വീട്ടില്ല കേട്ടോ. മൂടലൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ 2 തവണ ഇങ്ങോട്ട് വരാൻ വയ്യ. കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് റബ്ബർ തോട്ടത്തിലേക്ക്. അപ്പോൾ ഇവിടെയുള്ളൂ പുല്ല് എടുത്തുകൊണ്ട് പോകണമെച്ചെങ്കിൽ ഇങ്ങോട്ട് വരണം. അതന്നെ കുറച്ചേ ഉള്ളൂ, അധികം നീളമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ നുള്ളിപ്പെറുക്കിയിട്ട് തന്നെയാണ് ഞാൻ പൊട്ടിച്ചിട്ട് എടുക്കാറുള്ളത് കേട്ടോ. ഇതെല്ലാം കഴിക്കും, ചിലതൊക്കെ കഴിക്കും കേട്ടോ. മുരിങ്ങയില പോലെ ഉള്ളതുണ്ട്, കണ്ടില്ലേ. പിന്നെ ഞാൻ അന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അതിന് പലരും കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ. ഇതാണത് സംഭവം. ഇത് സിംഗപ്പൂർ ചീര, മറ്റേ എന്തൊക്കെയുണ്ട് ഇതിന് പേര്, അഗത്തിച്ചീര എന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. സിംഗപ്പൂർ ചീര എന്ന് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഫോട്ടോ തന്നെയാണ്. ഇപ്പോൾ ഇത് ഞാൻ വേനൽക്കാലത്ത് തീരെ തീറ്റയില്ലാത്ത സമയത്ത് ഞാനിത് പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് ആടുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ എന്തായാലും റബ്ബറിൻ്റെ ഇല ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. അടിയിലൊക്കെയുള്ള കൊമ്പൊക്കെ അവൾ മേഞ്ഞിങ്ങനെ നടക്കുമ്പോൾ അടുത്തെത്തുമ്പോൾ ഒരു 3-4 ഇലയൊക്കെ കഴിക്കും കേട്ടോ. പച്ചിലയും കഴിക്കും, അതുപോലെ വീണെടുക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ ഇതുപോലത്തെ കണ്ടില്ലേ, അതൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ദിവസമാണെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കും കുറച്ച്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ മേഞ്ഞു നടക്കുമ്പോൾ ചപ്പിനുള്ളിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്, പിന്നെ കാണാതെയും കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം റബ്ബർ തോട്ടത്തിൽ മേയാൻ വിടുമ്പോൾ. എന്ന് വെച്ചാൽ ദഹനക്കേട് വന്നിട്ട് വയറ് വീർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ അത് മാറിയെന്ന് വരില്ല. ഒരുപാടൊക്കെ ഇപ്പം 2 ദിവസം മുന്നേ തന്നെ അവൾ നിന്ന് കഴിക്കുമായിരുന്നു റബ്ബറിൻ്റെ ഇല. പക്ഷെ കുറച്ച് ദൂരെയാണ്, അപ്പോൾ ദൂരെ ഒരു കമ്പ് പൊട്ടി വീണതുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ നിന്നുകൊണ്ട് കഴിക്കണം. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണനെ കൊടുത്തു. അതുപോലെ ഇഞ്ചി സോഡാപ്പൊടിയും കൊടുത്തു കേട്ടോ. സോഡാപ്പൊടി ഇഞ്ചി ചതച്ചിട്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്തു. എന്നിട്ട് കുറച്ച് പിണ്ണാക്ക് കുതിർത്താനിട്ടിട്ട് അതിലങ്ങ് മിക്സാക്കിയിട്ട് നല്ലോണം കുഴച്ചങ്ങ് കൊടുക്കുക ചെയ്തെന്ന് വെച്ചാൽ സോഡാപ്പൊടിയൊക്കെ കലക്കി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് കൊടുക്കണേ ഭയങ്കര പാടാണ്, ചവിട്ടി നമ്മളെ തന്നെ ഒരു വിധമാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിണ്ണാക്കിൽ അങ്ങ് കുഴച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ കൊടുക്കുകയും ചെയ്തെന്ന് വെച്ചാൽ അന്ന് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും റബ്ബറില തിന്നു കഴിഞ്ഞാൽ മരണപ്പെടുകയും ചെയ്യും. ഒരുപാട് കഴിച്ചാൽ പിന്നെ വയറൊക്കെ വീർത്ത് നിൽക്കും, ലൂസായിട്ട് പോവും. അപ്പോൾ അത്രയൊന്നും ആവാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ മഴക്കാലമൊക്കെ ആവുമ്പോൾ നമ്മൾ ഇതുപോലെ തോർച്ചയുള്ള സമയത്ത് പെട്ടെന്ന് പോയിട്ട് പുല്ലെടുത്തുകൊണ്ട് വരിക. വിടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വിടാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് പുല്ലങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുത്താലും മതി. എല്ലാവരും കൂടി കൊണ്ടുപോകണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആട്
മഴ നനഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ചില ബ്രീഡുകൾക്കൊക്കെ അങ്ങനെ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇവളെ ഞങ്ങൾ മഴയാണെങ്കിലും ചിലപ്പോൾ എനിക്ക് ഒഴിവുള്ള സമയമാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിലും ഇവളെ മേക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചിലപ്പോൾ നിൽക്കില്ല കേട്ടോ. ചിലപ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓടും. എന്ന് വെച്ചാൽ വലുതായിട്ടൊക്കെ അങ്ങനെ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടും. അതല്ല ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലോണം തലയും ശരീരവും ഒന്നങ്ങ് തുടച്ചു കൊടുത്താൽ മതി. പിന്നെ അവരങ്ങ് കുടയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്